പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറാണ് റിപ്പോർട്ട് നൽകേണ്ടത്. സമൻസ് അയച്ച് തുടർന്ന് ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ അടുത്ത നീക്കമെന്നും സൂചനകളുണ്ട്. ഇ ഡി ഇനി എന്തു ചെയ്യും? എന്തൊക്കെ ഇ ഡിക്ക് ചെയ്യാനാകും? പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് ശേഷം ഉയരുന്ന ചോദ്യം ഇതാണ്. CMRL എക്സാലോജിക് പണമിടപാടിലാണ് റെയ്ഡ്. എന്നാൽ 2 കമ്പനികൾ തമ്മിലുള്ള പണമിടപാട് അന്വേഷണത്തിലപ്പുറത്തേക്കും കേരളത്തിൽ അല്ല, സമീപകാലത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദവും കേന്ദ്ര നടപടിയുമായി ഇത് മാറുകയാണ്. ഇ ഡി റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് നടന്ന CPM ആക്രമണമാണ് ഇതിൽ നിർണായകമാകുന്നത്. തിരുവനന്തപുരം റെയ്ഡിന് നേതൃത്വം നൽകിയ ഇ ഡി ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേർക്ക് പരിക്കെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്. കേരള പോലീസ് വേണ്ടത്ര സുരക്ഷയൊരുക്കിയില്ല എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതിനിടയിൽ കേരളത്തിലെ ഇ ഡി റെയ്ഡ് ആക്രമണത്തിൽ ഇ ഡി മേധാവി രാഹുൽ നവീൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇ ഡിയുടെ തമിഴ്നാട് കേരളം ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർക്കാണ് അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇടപെടുന്നതിന്റെ സൂചനയാണ് ഇത്. റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തിയെന്നത് നിർണായകമാണ്. കണ്ണൂരിലെ പിണറായിയുടെ സ്വന്തം വീട്ടിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് ഇ ഡി എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. 12 കേന്ദ്രങ്ങളിലെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ റെയ്ഡിൽ ബാങ്ക് രേഖകളും സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്തിയെന്നാണ് ഇ ഡി മാധ്യമങ്ങൾക്കയച്ച ഔദ്യോഗിക കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടെത്തിയ രേഖകളിൽ വിശദമായി പരിശോധിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്നും സൂചന നൽകുന്നുണ്ട്. ഇതിൽ ഇ ഡി സമൻസ് അയച്ചുള്ള ചോദ്യം ചെയ്യൽ നടപടിയിലേക്കാണ് കടക്കുക എന്നാണ് ഇ ഡി തലപ്പത്തു നിന്ന് ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറി പ്രതിപക്ഷ നേതാവായ ഉടനെ പിണറായി വിജയനെതിരെ ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ ആക്രമണമാണിതെന്ന് CPM പ്രതിരോധ രാഷ്ട്രീയം ഉയർത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇ ഡി കരുതലോടുകൂടിയാണ് നിലപാട് കടുപ്പിക്കുന്നത്. നേരത്തെ കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് കേന്ദ്രവും കേരളത്തിലെ CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായി മാറുകയാണ്. നേരത്തെ കേന്ദ്രത്തിൻ്റെ ഏജൻസി കേരള സർക്കാരിനെ വേട്ടയാടുന്നു എന്നതായിരുന്നു രാഷ്ട്രീയ മുദ്രാവാക്യം. എന്നാലിപ്പോൾ കളി മാറിക്കഴിഞ്ഞു. കേന്ദ്ര ഏജൻസി കേരളത്തിലെ CPM-നെ വേട്ടയാടുന്നു എന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇ ഡി ഈ രാഷ്ട്രീയ ആരോപണത്തിന് മുൻപിൽ കരുതലോടെ കാര്യങ്ങൾ നീക്കുകയാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരം സംഘർഷത്തിൽ കേന്ദ്രം നേരിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.